സ്യൂഡോ ഫോഴ്സ് എങ്ങനെയാണ് സാറേ? സ്യൂഡോ ഫോഴ്സും കുറച്ച് വർഷങ്ങൾ മുന്നൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ഇംഗ്ലണ്ട് സർഫസ് എന്നുള്ള പിന്നെ പരമാവധി വിവാദമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ചോദിക്കുന്ന സാധ്യതകൾ കുറവായിരിക്കും. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചോദിക്കുമ്പോൾ അവിടെ നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് ഞാൻ പറയാറ് കുട്ടികളോട് ഗുണിക്കാനും ഹരിക്കാനും അറിയുന്നവർക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അതെ, വെലോസിറ്റി ഓഫ് ഫ്ലക്സിനകത്ത് എനിക്ക് തോന്നുന്നാലും ഈ ക്ലോസ്ഡ് ടാങ്ക് ഒന്നും അങ്ങനെ ചോദിച്ചില്ല. ഓപ്പൺ ടാങ്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 3-4 തവണ നീറ്റിന് കണ്ടിട്ടുണ്ട്. അതെ അതെ, ഉറപ്പായിട്ടും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഒരുപോലെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈൻ അവിടെ ഒരു പ്രശ്നമാണ്. അത് കുട്ടികളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത്. അവിടെ കിടക്കുന്ന പോലെയല്ല നമ്മളിവിടെ അതൊന്നും മനസ്സിലാക്കി. ഹലോ ഡിയർ ഫ്രണ്ട്സ്, മക്കളെ എല്ലാവരും നീറ്റ് എക്സാമിന്റെ ലാസ്റ്റ് ലാപ്പ് പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ കുറേ കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നീറ്റ് എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസ് എങ്ങനെ പഠിക്കണം എന്നൊന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന്. സോ അപ്പം നമ്മൾ നീറ്റ് എക്സാമിൽ ഇനിയും അവസാനത്തെ ഈ ഒരു മാസം ഫിസിക്സിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഏതൊക്കെ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കണം എന്നൊക്കെ നിങ്ങളെ അറിയിച്ചു തരാനായിട്ട് വന്നതാണ് ഞാനും. അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ നീറ്റ് എക്സ്പേർട്ട് ഫാക്കൽറ്റി ആയിട്ടുള്ള സനാഫ് സാറും. സോ അപ്പം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിസിക്സിലെ 28 ചാപ്റ്റേഴ്സിൻ്റെയും ഒരു അനാലിസിസ് ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം അല്ലേ സാറേ? അതെ. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡയമെൻഷൻസ് തന്നെയാണ്. ഉറപ്പായിട്ടും ഡയമെൻഷൻസും ഡയമെൻഷണൽ അനാലിസിസും അതെ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ ഫിസിക്സിൽ വരുന്ന വെർനിയർ സ്ക്രൂ ഗേജ്. അതിൽ നിന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ എറേഴ്സ് പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് മാക്സിമം വളരെ സുഖമായിട്ട് 3 ക്വസ്റ്റ്യൻ വരാറുണ്ട്. സത്യത്തില് ഈ വലിയ പ്രയാസമുള്ള പാഠം പഠിക്കുന്നതിനേക്കാൾ അഡ്വാൻറ്റേജ് ആണ് യൂണിറ്റ് പഠിച്ചാലും നമുക്ക് 3 ക്വസ്റ്റ്യൻ കിട്ടും. അതെ, അറേ ഒപ്റ്റിക്സിൽ നിന്നാണെങ്കിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ കിട്ടും. വലിയ എഫേർട്ട് ഇല്ലാതെ കിട്ടുന്ന 3 ക്വസ്റ്റ്യനാണ് യൂണിറ്റ്. പിന്നെ ഈ ഡൈമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ചാപ്റ്ററുകളിലും അത് ഭയങ്കര അഡ്വാൻറ്റേജ്. ഒത്തിരി ചാപ്റ്ററുകൾ ഈ ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കുറേ ക്വസ്റ്റ്യൻസ് ഈ ഡൈമെൻഷൻ അനാലിസിസ് എല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനും പ്ലെയിനും ഒന്നിച്ച് നോക്കാം അല്ലേ? അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈന് എനിക്ക് തോന്നുന്നു കൂടുതലും മോഷൻ അണ്ടർ ഗ്രാവിറ്റി സെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്ലെയിനിലേക്ക് പോകുമ്പോൾ അത് പ്രൊജക്റ്റൈൽ മോഷൻ. അതെ അതെ അതെ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിലെയും പ്ലെയിനിലെയും ഈ മോഷൻ അണ്ടർ ഗ്രാവിറ്റി സെക്ഷൻ കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഭയങ്കര പ്രയോജനമായിരിക്കും. പിന്നെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത ടൈമൊന്നും കണ്ടുപിടിക്കുന്ന പോകാറില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് ചെറിയ സാധനങ്ങൾ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് പോലും ചെയ്യേണ്ട സാധനങ്ങളൊന്നും വരാറില്ല. സിമ്പിൾ ആയിട്ട് കിട്ടുന്നതൊക്കെ ഡയറക്റ്റ് സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് കാൽക്കുലസ് വരുന്ന ഭാഗം, നോൺ യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്, അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലും പ്ലെയിനിലും വരാം. ഇപ്പോൾ 2 എക്സും വൈ കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ട് അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. പൊസിഷൻ ടൈം റിലേഷൻ ഒക്കെ തന്നിട്ട് എവിടെയാണ് ആക്സലറേഷൻ സീറോ ആവുന്ന മാത്തമാറ്റിക്കൽ ഫിസിക്സ് അത് അപ്ലൈ ചെയ്യുന്ന ഭാഗമാണ്. ഇനി സ്ട്രെയിറ്റ് ലൈനും പ്ലെയിനും ഒക്കെ കുട്ടികളെ കൂടുതലും കുഴപ്പിക്കുന്ന വെച്ചാൽ പുസ്തകങ്ങളിലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ മാത്തമാറ്റിക്സ് തന്നെയാണ്. അപ്പോൾ എത്ര ലെവലിലേക്ക് വേണം +1 +2 മാത്സ് പഠിക്കുന്നുണ്ട്, ഏത് ലെവലിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകും. പക്ഷെ അങ്ങനത്തെ ഒന്നും ചോദിക്കുന്നില്ല, അത്ര ലെവലിലേക്കൊന്നും പോകില്ല. പിന്നെ ഗ്രാഫ്, ഗ്രാഫ് കാര്യമായിട്ട് പഠിക്കണം. അത് പല ചാപ്റ്റേഴ്സിൽ ക്ലബ് ചെയ്യുന്ന എല്ലാത്തിലും പറയുന്നില്ല. അതെ, പല ചാപ്റ്റേഴ്സിലും നിങ്ങൾ ഈ സ്ലോപ്പ് എന്താണ്, ഏരിയ എന്താണ്, കൺവേർഷൻ ശ്രദ്ധിക്കേണ്ട ഡിസ്റ്റൻസ് കാണുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നാൽ നിങ്ങൾക്ക് താഴെയുള്ള ഏരിയ വന്നാലും നിങ്ങൾ കുറച്ചെടുക്കുക. പക്ഷേ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ സ്കെയിലർ ആണെങ്കിൽ കൂട്ടി തന്നെ മാത്രമേ എടുക്കാവൂ. അത് ശ്രദ്ധിച്ചോ, ഡിസ്റ്റൻസ് സ്പീഡൊക്കെ റിലേറ്റീവ് വെലോസിറ്റി അങ്ങനെ വല്ലാതെ ചോദിക്കാറില്ല. വണ്ടിയിലും കാണുന്നില്ല, 2Dയിലും കാണുന്നില്ല. റിലേറ്റീവ് വെലോസിറ്റി കുറവാണ്, വരാറേ ഉള്ളൂ. പക്ഷെ വരുന്നതും വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. കുട്ടികൾക്ക് പലർക്കും പ്രശ്നം ഉള്ളതാണ് നമ്മളെ റിവർ ബോട്ട് പ്രോബ്ലം, റെയിൻമാൻ പ്രോബ്ലം. അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പം കാണുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലീസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാം. ലാസ്റ്റ് വന്ന് കണ്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഷോർട്ടസ്റ്റ് പാത്തിലേക്ക് വരുന്ന ആംഗിൾ, അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആംഗിൾ എവിടെയായിട്ട് വന്നേക്കുന്നതാണ്, വെർട്ടിക്കലുമായിട്ടാണോ അതോ ടോട്ടൽ ആംഗിൾ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ടോട്ടൽ ആംഗിൾ ആണെങ്കിൽ 90+ ഇതും കൂടെ വരും. പിന്നെ സർക്കുലർ മോഷൻ എല്ലാം കൂടെ ഒന്നായിട്ട് പഠിച്ചു വെക്കാം. അതെ, ക്ലബ് ചെയ്ത് പഠിച്ചാൽ സർക്കുലർ മോഷൻ ഒരു എഡ്ജ് കിട്ടും. സ്ട്രെയിറ്റ് പ്ലെയിനിലുണ്ട്, ലോസ് ഓഫ് മോഷനിലുണ്ട്, വർക്കിലുണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി ഒന്നായിട്ട് പഠിച്ചു വെക്കുക. പ്ലെയിനിൽ വരുന്നതിൽ യൂണിഫോം സർക്കുലർ മോഷൻ, നോൺ യൂണിഫോം ഒക്കെ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ NCERT യൂണിഫോം സർക്കുലർ മോഷൻ മാത്രമേ ഉള്ളൂ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഒന്നും ഉപയോഗിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. കൂടുതലും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ യൂസ് ചെയ്യാനുള്ള ഡയറക്റ്റ് പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ.
വലിയ കഴിഞ്ഞ വർഷം ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്ട്രേറ്റ് ലൈൻ അല്ല പ്ലെയിൻ ഒന്ന് ചോദിച്ചിരുന്നു, അതേപോലെ ലോസ് ഓഫ് മോഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന വലിയ പാടുള്ള കാര്യമാണ്. ഇനി ലോസ് ഓഫ് മോഷനെ സംബന്ധിച്ച് എങ്ങനെയാ സാറേ? ലോസ് ഓഫ് മോഷൻ മെയിൻലി നമ്മൾ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയറിൽ നോക്കുമ്പോൾ കാണാറുണ്ട്. റീബൗണ്ട് ചെയ്യുക, ആംഗിൾ റീബൗണ്ട് ചെയ്യുക, അങ്ങനത്തെ ബോംബ് എക്സ്പ്ലോഷൻ, ബോംബ് എക്സ്പ്ലോഷൻ, ലീനിയർ മൊമെന്റം കൺസർവേഷൻ, ബോംബ് എക്സ്പ്ലോഷൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതല്ല 1:3 പീസ് ആവുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. ഫൈനൽ ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്, മാസ്, അതൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാതെ. പിന്നെ ഫ്രിക്ഷൻ, കണക്റ്റഡ് ബോഡീസ് ഒന്ന് അതിലും വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ള സംഭവങ്ങളൊന്നും വരാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രിക്ഷന്റെ കൺസെപ്റ്റുകൾ നന്നായിട്ടൊന്ന് പഠിച്ചാൽ തന്നെ ഫ്രിക്ഷൻ എഡ്ജ് കിട്ടും, കുറെ കാര്യങ്ങൾ കിട്ടും. പിന്നെ ഇംഗ്ലണ്ട് പ്ലെയിനിലുള്ള ഫ്രിക്ഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക. അതെ അതെ, അത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക. പിന്നെ വരുന്നത് ബാങ്കിങ് ഓഫ് റോഡ് ഒന്നും വലിയ പ്രശ്നത്തിലുള്ളതൊന്നും ചോദിക്കാറില്ല. സ്കൂൾ ക്ലാസ് പ്ലസ് ടു കുട്ടികളൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ സ്കൂൾ ക്ലാസ് നിങ്ങൾ ബാങ്ക് ഓഫ് റോഡ് അതൊക്കെ എല്ലാവരും നമ്മളൊക്കെ പണ്ട് തൊട്ടേ എല്ലാവരും പഠിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതൊന്നും അങ്ങനല്ല, എൻട്രൻസിന് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും പിന്നെ അതന്നെ അവർ ഫ്രിക്ഷനും ബാങ്കിങ് കൂടി ഒരുമിച്ചുള്ളത് കാണാറില്ല. ചിലപ്പോൾ ഫ്രിക്ഷൻ മാത്രം ഓവറായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോകാറില്ല. ഫ്രിക്ഷൻ ഒഴിവാക്കിയുള്ള സർഫസിലേക്കായിരിക്കും കൂടുതലും ചോദിക്കുന്നത്, കാരണം കാൽക്കുലേഷൻ കുറയ്ക്കാനായിട്ട്. പിന്നെ ഡയറക്റ്റ് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ വരെ വന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി, വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. സ്യൂഡോ ഫോഴ്സ് എങ്ങനെയാ സാറേ? സ്യൂഡോ ഫോഴ്സും കുറച്ച് വർഷങ്ങൾ മുന്നൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ കൂടുതൽ നിങ്ങൾ ഈ പെൻഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, തീറ്റയൊക്കെ കണ്ടുപിടിക്കുക, ആംഗിൾ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. അല്ലാതെ വലിയ സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റിലുള്ള പ്രോബ്ലംസ്, ചെറിയ അതിലെല്ലാം ഫ്രെയിം ഓഫ് റെഫറൻസ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. യഥാർത്ഥത്തിൽ ഈ റിലേറ്റീവ് മോഷൻ ആയാലും നമ്മുടെ സ്യൂഡോ ഫോഴ്സ് ആയാലും എല്ലാം ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കൺസെപ്റ്റിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് എല്ലാത്തിലും ഫ്രെയിം ഓഫ് റെഫറൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജസ് കിട്ടും. ഈ വർക്ക് എനർജി പവർ എങ്ങനെയാ സാറേ? വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞാൽ വർക്ക് എനർജി തിയറം എന്ന് അർത്ഥം. വർക്ക് എനർജി തിയറം പറയുന്ന ഒരു കുട്ടിക്ക് വർക്ക് എനർജി പവറിൽ വർക്കും എനർജിയും കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയും പിന്നെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കൺസെപ്റ്റുകളൊക്കെ വളരെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഈ വർക്ക് ഡൺ ബൈ ആൾ ഫോഴ്സ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി, ഈ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പഠിക്കില്ല. വർക്ക് ഡൺ ബൈ ആൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു. എല്ലാവരും പലരും ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ നിങ്ങൾ കളയും. അത് നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ വെച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എയർ റെസിസ്റ്റൻസ് ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. കൊളിഷൻ ഒത്തിരി ക്വസ്റ്റ്യൻ ഒന്നും കാണുന്നില്ല. കൊളീഷൻസിൽ കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ആ ഒരു മാസ് സെയിം ആണെങ്കിൽ വെലോസിറ്റീസ് ഇന്റർചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഈ 2D കൊളിഷൻ ഒന്നും അങ്ങനെ കാണാറില്ല. 2D കൊളീഷൻ ഒന്നും നമ്മൾ വല്ലാണ്ട് എക്സാമുകളിൽ കണ്ടിട്ട് വലുതായിട്ടൊന്നും വരാറില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്താൽ തന്നെ കിട്ടുന്ന കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒന്നും വെച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണുന്നതേ ഇല്ല. നമ്മൾ കുറെ നാളായി അല്ലാണ്ട് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. നിങ്ങളപ്പോൾ വർക്ക് എനർജി പവർ പഠിക്കുമ്പോൾ കൺസർവേഷൻസ് ഒക്കെ നന്നായിട്ട് കൺസർവേഷൻ എനർജി ഒക്കെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. വർക്ക് എനർജി തിയറം യൂസ് ചെയ്യുക, അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പവർ ഒക്കെ ഒന്നും കിട്ടുക. പവറിൽ നമ്മൾ മറ്റേ ഒരു ഡിസ്പ്ലേസ്മെന്റിന് കഴിഞ്ഞ വർഷം ലിഫ്റ്റ് വെച്ചുള്ള നമ്മുടെ NCERT ക്വസ്റ്റ്യൻ ഉള്ള പവർ കാണാൻ. അതെ അതെ, FWT വെച്ച് അത് ലോസ് ഓഫ് മോഷൻ കൂടെ കണക്ട് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സസൈസ് ഒക്കെ ഒന്ന് എഫിഷ്യൻസി അഥവാ ഈ ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക് ജനറേറ്റർ, ഇതൊക്കെ എഫിഷ്യൻസി ടൈം ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. പമ്പ് നിറയാൻ എത്ര സമയം എടുക്കും, വാട്ടർ ടാങ്ക് നിറയാൻ, അങ്ങനത്തെ കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ പലരും പേടിച്ചിരിക്കും ഇനി അടുത്ത ആളെ പറയും. പക്ഷേ സാർ അത് നീറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ആ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്, ഭയങ്കര എളുപ്പമാണ്. അതെ, ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ട്. നമ്മൾ ഈ പറയുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്ന ഭാഗമാണെങ്കിലും സെന്റർ ഓഫ് മാസ് വരുന്ന ഭാഗമാണെങ്കിലും ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷം ചോദിച്ചത് എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു റോഡിന്റെ ഏതോ ഒരു ആക്സസ് തന്നിട്ട് അവിടെ ഒരു വാല്യൂ തന്നിട്ട് എനിക്ക് തോന്നുന്നു ലെങ്ത് കണ്ടുപിടിക്കാനോ എനിക്ക് എന്റെ ഒരു ഓർമ്മ ഡയറക്റ്റ് ആയിരുന്നു. റോഡ് വെച്ചാണ് റോഡൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക സെന്ററിൽ കൂടെ പോകുന്നു. സെൻട്രൽ അതിന്റെ ഓൺ ആക്സസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ചാൽ മതി. അറിയുന്ന ഒരു കുട്ടിക്ക് പിന്നെ
കണ്ടുപിടിക്കാനായിട്ട് എല്ലാം കൂടി ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചാൽ വലിയ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വലിയ പിന്നെ കൂടുതലും സെൻട്രോമാസിന്റെ പൊസിഷനെ കണ്ടുപിടിക്കാൻ പറ്റും. 8 കിലോ 5 കിലോ ഒക്കെ തന്നിട്ട് 5 കിലോ എന്നുള്ള സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ. പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ റേഷ്യോ, അതെ റേഷ്യോസ് അത് ഒരുപാട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 24ലും 23ലും ഒരുപാട് കാണുന്നു. ആ ഒരു 23ലും 22ലും വന്നിട്ടുണ്ട്. റിമൂവ് മാസം ഒന്നും അങ്ങനെ ഒത്തിരി കാണുന്നില്ല. നമ്മൾ അങ്ങനെ വല്ലാണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് ഈ റെസിഡ്യൂവൽ സ്ട്രെസ്സിന്റെ മോഡ് ഓഫ് ഇനർഷ്യ ഒന്നും കണ്ടുപിടിക്കുന്നു അങ്ങനെ കാണാറില്ല. പിന്നെ റോളിംഗ് എങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചു വെക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് മാത്രം. ഒത്തിരി നിങ്ങൾ റോളിംഗ് മോഷൻ ഒന്നും കയറി പഠിക്കൊന്നും വേണ്ട. ബേസിക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. അല്ല ഒത്തിരി നിങ്ങൾ കാട് കയറി അത് പഠിച്ച് സമയം കളയരുത്. പിന്നെ നിങ്ങൾ ടോപ്പ് റാങ്ക് ഒക്കെ ഉദ്ദേശിക്കുന്നു, ഒരു ഏറ്റവും ടോപ്പ് റാങ്കിലേക്കൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ബാക്കി എല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. റോളിംഗ് മോഷൻ ഒക്കെ ഒന്ന് പഠിച്ചു അങ്ങനെ നിങ്ങൾ നോക്കിയോ, നോ പ്രോബ്ലം. എന്താണ് റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷൻ മോഷൻ എല്ലാം ചെയ്തെടുക്കാം. എനർജി കൺസർവേഷൻ ഒക്കെ അറിയുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു ഇംഗ്ലൈൻഡ് സർഫസ് എന്നുള്ള പിന്നെ പരമാവധി വിവാദമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ചോദിക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. എന്നാലും ഒന്ന് പഠിച്ചു വെക്കുക, നോക്കി വെക്കുക, അത്രയും നോക്കി വെക്കുക. പിന്നെ ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ ഒരു ബോണസ് എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഒരു ഐഡിയ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. വേരിയേഷൻ ഓഫ് ജി പല കേസുകൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി, സാറ്റലൈറ്റിന്റെ കാര്യം, എന്താന്ന് വെച്ചാല് അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചോദിക്കുമ്പോൾ അവിടെ നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടുന്നത്. എനിക്ക് 2015-ലോ 14-ലോ ലാസ്റ്റ് അവിടെ കണക്ട് ചെയ്ത് പഠിക്കുന്ന വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കമ്പയർ ചെയ്ത് പഠിക്കുക. ഈ സത്യത്തിൽ വർക്ക് എനർജി പവറിൽ നല്ലൊരു ഐഡിയ കിട്ടിയാൽ തന്നെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഗ്രാവിറ്റേഷനിലും ഒക്കെ നല്ല പ്രയോജനങ്ങളാണ് കുട്ടികൾക്ക്. വർക്ക് എനർജി പവർ ആണ് ഇതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ കെപ്ലസിലോ നോക്കുക. കാരണം കെപ്ലസിലോ വെച്ച് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് കുറെ ആ ഒരു ബേസിലൊക്കെ കാണാറുണ്ട്. പഠിച്ചു വെക്കുക. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. കഴിഞ്ഞ വർഷം വലിയ പാടൊന്നും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. പിന്നെ NCERT ഒക്കെ നോക്കിയിട്ടൊക്കെ പോവാ. സോളിഡ്സ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട സാർ, എല്ലാം പഠിക്കണം. കണ്ണും എല്ലാവർക്കും മാർക്ക് കിട്ടും. കാരണം നിങ്ങൾക്ക് ഞാൻ പറയാറ് കുട്ടികളോട് ഗുണിക്കാനും ഹരിക്കാനും അറിയുന്നവർക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ബൾക്ക് മോഡൽസ് ഫ്ലൂയിഡ്സുമായിട്ട് പ്രഷർ ഡെപ്ത് റിലേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, അതിന്റെയൊക്കെ ഇക്വേഷൻ ഹാഫ് സ്ട്രെസ് ഇൻടു സ്ട്രെയിനും ഹാഫ് ബൈ സ്ട്രെയിൻ സ്കോർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ അതിൽ ആരെയാണ് തന്നേക്കുന്നത് നോക്കുക. ഇപ്പോൾ ഫോഴ്സ് ഏരിയ തന്നിട്ടുണ്ട് യങ്സ് മോഡൽസ് ഒക്കെ ആണെങ്കിൽ സ്ട്രെസ് വെച്ച് ചെയ്യുന്ന സ്ട്രെസ് കോറിലേഷൻ ഒക്കെ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ തന്നെ ബേസിക് ഇക്വേഷൻ അറിഞ്ഞാൽ എല്ലാം ചെയ്തെടുക്കാം. ഹാഫ് ഓഫ് ഡെൽറ്റ അറിഞ്ഞാൽ പോലും നമുക്ക് എല്ലാം ചെയ്യാം. എല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നീട് അവിടെ കുട്ടികൾക്ക് സോൾഡ് വലിയ പ്രശ്നം വരത്തില്ല. പിള്ളേരൊക്കെ പ്രശ്നം നമ്മൾ പറഞ്ഞ സിസ്റ്റം പാർട്ടിക്കിൾസ് പോലെ നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഫ്ലൂയിഡ്സും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആക്ച്വലി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഒക്കെ ഈ ജെയ്ക്കോ എഞ്ചിനീയറിംഗ് ലെവലിലൊക്കെ പാടായാലേ ഉള്ളൂ. പക്ഷെ ഫ്ലൂയിഡ്സ് ഒന്നും ജെയ്ക്കും വലിയ പ്രയാസമൊന്നും വരുന്നില്ല. പിന്നെ ഇതൊക്കെ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളാണല്ലോ. എഞ്ചിനീയറിംഗിന്റെ ഒരു കോർ സബ്ജക്റ്റുകളായിട്ട് വരുന്ന സാധനങ്ങളാണ് ഈ മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ. ആ രീതിയിലൊക്കെ ഉള്ളൂ. പക്ഷെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനൊന്നും വലിയ കാര്യമായിട്ട് വരത്തില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്കോർ ചെയ്ത് പോകാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. പെട്ടെന്ന് വലിയ പ്രശ്നങ്ങൾ. എനിക്ക് സർഫസ് ടെൻഷൻ നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, ക്യാപിലാരിറ്റി, സർഫസ് ടെൻഷൻ, എക്സസ് പ്രഷർ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കഴിഞ്ഞ വർഷം ഡിസ്ക് ബബിൾ ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അതെ. പിന്നെ വിസ്കോസിറ്റി, അവിടെ തന്നെ നമ്മളെ സ്പ്ലിറ്റിംഗ് ഓഫ് ബബിൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വോളിയം ഇക്വേറ്റ് ചെയ്തിട്ടുള്ള റേഡിയസ് സ്മോൾ ആർ ഒന്ന് പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും ടി ഡെൽറ്റയെ എല്ലാത്തിനകത്തും ചേഞ്ച് സർഫസ് വർക്ക് ഡൺ ആയാലും ഒരേ 4πr²t(n⁻⁻1 വെച്ച് നിങ്ങൾക്ക് എല്ലാം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ പാടുള്ള കാര്യം. നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്താ വിസ്കോസിറ്റിയും പിന്നെ നമ്മളെ ടെർമിലോസിറ്റിന്റെ ഇക്വേഷൻ ഉറപ്പായിട്ടും ഓർത്ത് വെക്കുക. പിന്നെ വിസ്കോസിറ്റി വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. വിസ്കോസിറ്റി എളുപ്പമാണ്. കാരണം ആകെ 2-3 ഇക്വേഷൻസേ ഉള്ളൂ നമുക്ക് വിസ്കോസിറ്റി മൊത്തത്തിൽ പഠിക്കാൻ. പിന്നെ ബെർണോളിസ് തിയറം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ അപ്ലിക്കേഷൻസ്, വെലോസിറ്റി ഓഫ് ഫ്ലക്സിനകത്ത് എനിക്ക് തോന്നുന്നാലും ഈ ക്ലോസ്ഡ് ടാങ്ക് ഒന്നും അങ്ങനെ ചോദിച്ചില്ല. ഓപ്പൺ ടാങ്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 3-4 തവണ നീറ്റിന് കണ്ടിട്ടുണ്ട്. അതെ. √2GH വെച്ച് ഡയറക്റ്റ് കിട്ടുന്നത്, ഫ്ലോ റേറ്റ് Q=AV അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഒരു ഇമ്പോർട്ടന്റ്. കാരണം നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. കാരണം എളുപ്പം ഉത്തരം. പിന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ ടോട്ടൽ സോൾവ് ചെയ്തുള്ളത് ഹൊറിസോണ്ടൽ പൈപ്പ് ചോദിക്കുക. ഹൊറിസോണ്ടൽ പൈപ്പ് അല്ലെങ്കിൽ നമ്മളെ എയറോപ്ലെയിൻ ഒക്കെ മോഡൽ
ടോപ്പ് അഥവാ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഹൊറിസോണ്ടൽ മാത്രമേ വരാതെ, അല്ലാതെ ടോട്ടൽ ചോദിക്കാതെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ പാടാവും എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയും നമ്മുടെ തെർമോ കാറ്റഗറി ഒരുമിച്ച് പറയാം. അതെ അതെ അതെ, അത് മൂന്നും കൂടി നമുക്ക് തെർമൽ ഫിസിക്സിൽ മൂന്നും കൂടി നമുക്കൊരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം വരാറുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു തെർമൽ പ്രോപ്പർട്ടി അങ്ങനെ ക്വസ്റ്റ്യൻ കാണുന്നത് കുറവാണ്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരും, ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ കലോറിമെട്രിയാണ് കുട്ടികൾക്ക് വല്ലാണ്ട് പ്രശ്നം. കാൽക്കുലേഷൻ വരുന്നുണ്ട് സാറേ, ഒരുപാട് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് ക്വസ്റ്റ്യൻസ് കാണാറില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫേസ് ചേഞ്ചും നമ്മളെ ടെമ്പറേച്ചർ ഡിഫറൻസും കൂടി ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വലിയ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തെർമൽ എക്സ്പാൻഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അത് ചോദിക്കാൻ സാധിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ഒന്ന് പഠിച്ചു വെക്കുക, ന്യൂട്രൽ ഓഫ് കൂളിംഗും. നമ്മൾ കണ്ടക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ റെസിസ്റ്റൻസുമായിട്ട് ക്ലബ് ചെയ്ത് പഠിച്ചാൽ നമ്മൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് പഠിക്കുക. കപ്പാസിറ്റൻസ് ഒക്കെ കണക്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ തെർമോഡൈനാമിക്സും കൈൻഡ് തിയറിയും NCERT നന്നായിട്ട് വായിച്ചാൽ ഒരു ഗ്രിപ്പ് കിട്ടും. അതെ, തെർമോഡൈനാമിക്സിലും കൈൻഡ് കുറെ ഗ്രാഫുകളൊക്കെ ഉറപ്പായിട്ടും. തെർമോഡൈനാമിക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവർക്ക് ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് സാറേ കെമിസ്ട്രിയുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഒരുപോലെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈൻ അവിടെ ഒരു പ്രശ്നമാണ്, അത് കുട്ടികളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത്. അവിടെ കിടക്കുന്ന പോലെയല്ല നമ്മളിവിടെ അതൊന്നും മനസ്സിലാക്കി അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി. കൈൻഡ് തിയറി പക്ഷേ വലിയ പറയുന്നില്ല, സുഖമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. മീൻ ഫ്രീ പാത്ത് ഒക്കെ ഡയറക്റ്റ് ഇക്വേഷൻ ഒക്കെ എങ്ങനെ വന്നാലും കുട്ടികൾ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അതെ, കൈൻഡ് തിയറി ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല സ്കോർ ഉറപ്പായിട്ട് കൈൻഡ് തിയറിയിലൊക്കെ അടിക്കാൻ പറ്റും. വലിയ പ്രശ്നം വരത്തില്ല. കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കുട്ടികളെ ഓസിലേഷൻ ആൻഡ് വേവ്സ് കഴിഞ്ഞ വർഷം വേവ്സ് ക്വസ്റ്റ്യൻ ഇല്ല. ഓസിലേഷൻ ഒക്കെ ഏത് ലെവലിലും ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന നമുക്ക് മെയിൻലി കൂടുതൽ ക്വസ്റ്റ്യൻസും കാണുന്നത് നമ്മുടെ സ്പ്രിംഗ് മാസ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലം. പിന്നെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, മൾട്ടിപ്പിൾ സ്പ്രിംഗ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കോമ്പിനേഷൻ ഓഫ് സ്പ്രിംഗ് മാത്രമേ ചോദിക്കുള്ളൂ. അല്ലാതെ ഒരുപാട് വലിയ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് വലിയ വെലോസിറ്റി, ആക്സിലറേഷൻ ഗ്രാഫുകളൊക്കെ നോക്കിയിട്ട് ഗ്രാഫൊക്കെ ചോദിക്കാൻ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ റിലേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക, കൃത്യമായിട്ട് നോക്കിയിട്ടൊക്കെ പോവാം. മാക്സിമം അതൊക്കെ വെച്ചിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാം. വേവ്സ് പിന്നെ നമുക്ക് ഒരു ഗുണം എന്താ പറഞ്ഞാൽ ഡോപ്ലർ എഫക്ട് ഡിലീറ്റ് ചെയ്തു. ഡോപ്ലർ എഫക്ട് ഒരുപാട് കേസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പല രീതികളിൽ ചോദിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഡോപ്ലർ എഫക്ട് ഇല്ലാത്ത വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ, പിന്നെ വേവ്സിൽ നമ്മൾ മെയിൻലി പഠിച്ചു പോകേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ഒമേഗ അത് ചോദിക്കാറുണ്ട്. അതെ, പാർട്ടിക്കിൾ വെലോസിറ്റി അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത്, പ്രത്യേകിച്ച് +2 കുട്ടികൾക്കൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടിക്കോട്ടെ എന്ന് കരുതി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ചെയ്യും. പിന്നെ നമ്മളെ സ്റ്റാൻഡിംഗ് വേവ്, അതുപോലെ പൈപ്പ്സ്, പൈപ്പിന്റെ ഭാഗവും അതേപോലെ സ്ട്രിങ്ങിന്റെ ഭാഗം ഇപ്പൊ കുറച്ച് കാലമായിട്ട് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ സ്പീഡ് ഓഫ് വേവ് ഒക്കെ വെച്ച് കാണാനുള്ള സോൾഡർ ആണോ ഫ്ലൂയിഡ്സിലേക്ക്, പിന്നെ ബീറ്റ്സ് നോക്കുക, ബീറ്റ്സ് ഒക്കെ നോക്കിയിട്ടൊക്കെ പോവാ. എളുപ്പം വേവ്സ് വലിയ കുഴപ്പമില്ല, സ്കോർ ചെയ്യാം. ടോപ്പിക്കും കുറച്ചില്ലേ, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെ, പിന്നെ വേവ്സ് വേവ് ഒപ്റ്റിക്സിനകത്തെല്ലാം ബേസിക്സ് സ്റ്റാർട്ടിങ് കുറെ കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ നമ്മുടെ എല്ലാ ഇന്റൻസിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുന്നതായാലും ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ആയാലും ഒരേപോലെ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഇവിടെയും നമുക്ക് അതേപോലെ വേവ് ഒപ്റ്റിക്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേപോലെ ഒരേ രീതിയിൽ തന്നെ ആദ്യത്തെയൊക്കെ പോകുന്നത്. ഇന്റർഫറൻസ് രണ്ട് ഭാഗത്തും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെയും ഇത്രയൊക്കെ ഫസ്റ്റ് ഇയർ കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ ഫസ്റ്റ് ഇയറിനകത്തൊരു അഡ്വാൻറ്റേജ് കിട്ടും. തിയറി ബേസിനേക്കാൾ കുറച്ച് കൂടുതൽ പ്രോബ്ലംസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ. ഒത്തിരി NCERT ഒക്കെ +1 വായിച്ചില്ലെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല. വായിച്ചാലും നിങ്ങൾ തെർമൽ പ്രോപ്പർട്ടി, തെർമൽ കൈൻഡ് തിയറി ഒക്കെ ഒന്ന് വായിച്ചാൽ നല്ലതാണ്. തെർമോഡൈനാമിക്സ് കൈൻഡ് തിയറി ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ബാക്കിയുള്ള ചാപ്റ്ററിലും ഞാൻ ആ പോയിന്റ്സ് ടു പോണ്ടർ എങ്കിലും ഞാൻ NCERT വായിക്കണമെന്നേ പറയുള്ളൂ. പക്ഷേ പോയിന്റ്സ് ടു പോണ്ടർ എന്തായാലും ഒന്ന് കാണണമെന്നേ പറയും. സമ്മറിയും പോയിന്റ്സ് ടു പോണ്ടറും പിന്നെ സോൾവ്ഡ് എക്സാമ്പിൾസ് ഉറപ്പായിട്ടും അതൊക്കെ ഒന്ന് നോക്കിയാൽ +1 പ്രത്യേകിച്ചും സോൾവ്ഡ് എക്സാമ്പിളിന് ഭയങ്കര പ്രിഫറൻസ്. അതൊക്കെ ഒന്ന് നോക്കി പോകുന്നു, എല്ലാം നോക്കുക. പിന്നെ ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ എല്ലാം നിങ്ങൾ അത്യാവശ്യം ഒന്ന് പഠിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനിയും ഫസ്റ്റ് ഇയർ NCERT കൂടെ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടത്തേ ഉള്ളൂ. അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മെക്കാനിക്സ് പോലുള്ള സെക്ഷനുകൾ ചെയ്ത് പഠിച്ചാലേ കൂടുതൽ നിങ്ങൾ റെഡി ആവും. +1 സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ കാണാറുള്ളത്. +2 ഒരു 20-21 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചുള്ളൂ. 29 ക്വസ്റ്റ്യനും +2 ഇത്തവണ ഇപ്പൊ 45-ൽ 20 ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ +1 25ഓളം ക്വസ്റ്റ്യൻസ് എന്തായാലും +2 ആയിരിക്കും ഉണ്ടാവുക. ഈ +2 കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ള +2 ആണ് കൂടുതലായിട്ടും. എളുപ്പമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും, പെട്ടെന്ന് ചെയ്യാം. നമുക്ക് എന്താണ് ക്ലാസ് എടുക്കാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും +2 കേട്ടോ. അഥവാ നമ്മളെ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 ക്വസ്റ്റ്യന്
10 14-13 ക്വസ്റ്റ്യൻസ്. എല്ലാ ചാപ്റ്ററിലും ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ മിനിമം നമ്പറാണ്. 4 ചാപ്റ്ററിന് തന്നെ 10 ക്വസ്റ്റ്യന്റെ മേലെ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാ ചാപ്റ്ററുകളും +2 നിങ്ങൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് NCERT വായിക്കുന്നത്. നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും പിള്ളേരോട് പറയുന്നത് +2 ടോപ്പിക്കുകൾ തുടങ്ങുമ്പോഴേ പിള്ളേരോട് പല റൗണ്ടിൽ പറയും NCERT വായിക്കണം. NCERT നമ്മളതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ബോർഡിലെല്ലാം NCERT ഇട്ടാണ് +2 പ്രത്യേകം പറയുന്നത്. വായിപ്പിക്കുക അടക്കം നമ്മൾ ചെയ്യാറുണ്ട്. NCERT ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് നല്ലതാണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എങ്ങനെയാ സാറേ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ പലരും പേടി സ്വപ്നമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പലർക്കും. അത് ഈ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അതെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് വരുമ്പോഴാണ് പല ആളുകൾക്കും അത് വരുന്നത്. പക്ഷേ കപ്പാസിറ്റൻസിലൊന്നും നമ്മൾ ഈ മറ്റുള്ള വലിയ കോമ്പിനേഷനുകളിലൊന്നും കാണുന്ന പോലത്തെ ഹൈ ലെവൽ കോമ്പിനേഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. കമ്പയർ ചെയ്ത് പഠിക്കാം വേണമെങ്കിൽ റെസ്റ്ററുമായിട്ട് നിങ്ങൾ റെസ്റ്റർ കോമ്പിനേഷൻ ഒക്കെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ അവിടെയൊക്കെ വരുന്ന വിസ്റ്റം പഠിച്ചൊക്കെ മോഡലൊക്കെ ഇവിടെയും അവൈലബിൾ ആണ്. നമ്മളെ സർക്യൂട്ട് അനാലിസിസിലും നമ്മൾ റെസിസ്റ്റൻസിലൊക്കെ വരുന്നത് ഒരുപോലെ പഠിച്ചു വെച്ചാൽ എല്ലാം ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണ് ഉറപ്പായിട്ടും. പിന്നെ കൂളംസ് ലോനേക്കാൾ നന്നായിട്ട് പഠിക്കാൻ പറയാം നമ്മൾ ഗോസസ് തിയറവും അതിന്റെ അപ്ലിക്കേഷൻസും. പിന്നെ ഡൈപോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് അല്ല കഴിഞ്ഞ വർഷം ഡൈപോളിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മുന്നത്തെ വർഷം. പക്ഷെ കഴിഞ്ഞ വർഷം പൊട്ടൻഷ്യലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡൈപോളിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം 3 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഡൈപോളിന് എന്തോ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കുന്നത് നന്നാവും. പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഭാഗം ഒന്ന് നോക്കുക. അതിൽ ഈ വർക്ക് എനർജി പവർ നന്നായിട്ട് പഠിച്ചാൽ തന്നെ പൊട്ടൻഷ്യലിനകത്തൊക്കെ കുറെ അഡ്വാൻറ്റേജ് കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി പൊട്ടൻഷ്യൽ എനർജി കുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോകുന്നതല്ലാണ്. പിന്നെ അത് കുറച്ച് ഗ്രാവിറ്റേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ ചാപ്റ്ററിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട വലിയ പ്രയാസങ്ങളൊന്നും വരുന്നില്ല. പിന്നെ NCERT നിങ്ങളൊന്ന് വായിക്കുക. NCERT വായിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നന്നായിട്ട് കാണാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് വായിച്ച് കറക്റ്റ് ആക്കുക. പിന്നെ നിങ്ങൾ കപ്പാസിറ്റർ സെക്ഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. പൊട്ടൻഷ്യലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. ഗോസസ് തിയറത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. പിന്നെ ഡൈപോൾ സെക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ നോക്കുക. ന്യൂട്രൽ പോയിന്റ് ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സിംപ്ലി ചോദിക്കാവുന്ന ഈ റേഷ്യോസ് ഒക്കെയാണ്. ഡിസ്റ്റൻസ് ഡബിൾ ആകുന്നു, ഫോഴ്സ് എത്രയാണ്, ചാർജുകൾ എത്ര വെക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റേഷ്യോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരും. നമ്മൾ ബേസിക് മെത്തേഡ് ഉപയോഗിക്കാൻ റേഷ്യോ ഉപയോഗിച്ചാൽ പറ്റും. എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കും. +2 കുട്ടികളായിരിക്കും അങ്ങനെ ഒത്തിരി ഉപയോഗിക്കാത്തത്. യൂസ് ചെയ്യണം എന്നാണ് പറയാൻ. അതെ. കറണ്ട് എങ്ങനെയാ സാറേ? കറണ്ട് ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഏറ്റവും പവർഫുൾ എന്ന് പറയാം. ഭയങ്കര കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത്രയും സിംഗിൾ വെയിറ്റ് ചാപ്റ്റർ വെയിറ്റേജ് അതും കൺസിസ്റ്റൻസി. 2023 5 ക്വസ്റ്റ്യൻ ആണ് വന്നത്. കഴിഞ്ഞ വർഷം 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ. ഒരുപാട് ടോപ്പിക്കുകൾ അല്ലെങ്കിലും പഠിക്കാനായിട്ടില്ല. ഒരു കൃത്യമായിട്ടുള്ള ലോജിക്കും ഐഡിയ ഉണ്ടെങ്കിൽ കറണ്ട് നന്നായിട്ട് പഠിച്ചെടുക്കും. ഈ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ ഒരു പ്രത്യേക ഇക്വേഷൻസിലോ ചട്ടക്കൂടിലോ നിൽക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ഒരു ലോജിക്ക് ഐഡിയ എങ്ങനെയാണ് സർക്യൂട്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് പ്രാക്ടീസാണ്. ഒരു പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാക്സിമം കണ്ട് റെഡി ആയിട്ട് പോകും. സിമ്മട്രി ഒന്നും ഓവറായിട്ടൊന്നും ചോദിച്ചാൽ അങ്ങനെ കാണുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് സിമ്മട്രി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളൂ. അതെ സിമ്മട്രി ഒന്നും അങ്ങനെയൊന്നും വലുതായിട്ട് ചോദിക്കുന്നില്ല. ചോദിക്കുന്ന എല്ലാം കൂടുതലും ഡയറക്റ്റ് സർക്യൂട്ട്. കഴിഞ്ഞ വർഷമൊക്കെ സെൽ കോമ്പിനേഷൻ ഒക്കെ ചോദിച്ചത് ഭയങ്കര ഈസി ആയിരുന്നു. സെൽ കോമ്പിനേഷൻ വല്ലാണ്ട് ടൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ എത്ര വേണമെങ്കിലും ടൈറ്റ് ആക്കാം. പൊട്ടൻഷ്യലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും. പക്ഷേ കറണ്ടൊക്കെ നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. പടം നോക്കിയാൽ തന്നെ കിട്ടും. പിന്നെ എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ മീറ്റർ ബ്രിഡ്ജ് നന്നായിട്ട് നോക്കാം. മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റൽ ഫിസിക്സിലും കൂടി വരുന്ന ഭാഗമായതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയി പ്രതീക്ഷിക്കാം. മീറ്റർ ബ്രിഡ്ജ് പിന്നെ കിട്ടും. സിമ്പിൾ ആണ്. അറിയുന്ന ഒരാൾക്ക് മീറ്റർ ബ്രിഡ്ജ് കിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ. കാരണം കറണ്ട് നല്ല ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. കാരണം ഒരു സിംഗിൾ ചാപ്റ്റർ ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ആണ്. ഇനി പിന്നെ അടുത്തത് മാഗ്നറ്റിസം, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം മാറ്ററും. ഈ ഡയറക്ഷൻ എടുക്കുന്ന കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ തന്നെ എളുപ്പമാണ്. വളരെ മിസ്കൺസെപ്റ്റ് ഈ നമ്മള് തമ്പ് റൂളും അതേപോലെ തന്നെ ചാപ്റ്ററിന്റെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൂവിംഗ് ചാർജ് ചാപ്റ്ററാണ്. കാരണം ഐഡിയൽ ക്രോസ് ആർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാൻ എല്ലാം ചെയ്യാം. എല്ലാം ചെയ്യാം. അതിൽ പിന്നെ പിള്ളേർക്ക് തെറ്റുന്ന ഈ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നോർത്തും സൗത്തും മുകളിലും പറയുമ്പോഴേ പിള്ളേർ ക്ലാസ് ഇങ്ങനെ നോക്കിയിരിക്കും. അത് ഈ ഒരു പ്ലെയിനിലാണ് എന്നുള്ളത് പലർക്കും ഐഡിയ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇല്ലാത്ത. കാരണം നമ്മളെ ബുക്കിൽ വരയ്ക്കുന്ന യഥാർത്ഥം അതിന്റെ ടോപ്പ് വ്യൂ ആണ്. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കറക്റ്റായിട്ട് പോവുക.
പിന്നെ അവിടുന്ന് ചോദിക്കുന്നത് അവിടെ ഭയങ്കരമായിട്ട് തെറ്റ് വരുന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ പല ചാപ്റ്റേഴ്സിലും EMI നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ വരുന്ന ഒരു മെയിൻ കാര്യമാണ് ഏരിയ വെക്ടർ. അതെ അതെ അതെ. അതിന്റെ ഡയറക്ഷൻ എടുക്കലേ ശരിക്കും പഠിച്ചു വെക്കേണ്ട. പല കുട്ടികളും ചിലപ്പോൾ ഈ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഏരിയ വെക്ടർ ആണ് എന്നുള്ള ഐഡിയ ഇലക്ട്രിക് ഫ്ലക്സിലൊക്കെ നമ്മൾ ആ ഒരു ക്യൂബൊക്കെ വെച്ചിട്ട് പല ഭാഗത്തുള്ള ഫ്ലക്സ് ഉറപ്പായിട്ടും ഫ്ലക്സ് എൻറ്ററിങ് നെഗറ്റീവ് ആണ്, ലീവിങ് പോസിറ്റീവ് ആണെന്നുള്ള. അതുപോലെ തന്നെ ഈ പ്ലെയിൻ ഓഫ് ഏരിയ വെച്ച് ആംഗിൾ ഇപ്പം തരുന്ന പ്ലെയിൻ ഓഫ് ഏരിയ ആയിട്ടുള്ള ആംഗിൾ ആണ് തരുന്നെങ്കിൽ 90 മൈനസ് ഇത് എടുക്കുക. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ തീറ്റ 90 കൊടുത്താൽ തെറ്റിപ്പോയി. കാരണം ഏരിയ വെക്ടർ ആയിട്ടുള്ള ആംഗിൾ ആണ് 0. പലരും ടോർക്കില് വരുന്നുണ്ട്, പിന്നെ ഫ്ലക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ. അതെ അതെ, ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് എന്നുള്ളത്. സർക്കുലർ ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ടോർക്ക് എന്നൊക്കെ ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് ഒത്തിരി ഒന്നും വരാറില്ല. കൺവേർഷൻ അത് ശരിക്കും പഠിച്ചു വെക്കുക. അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ പരീക്ഷ കൃത്യമായിട്ട് നടത്തുന്ന വെച്ചാൽ +2 കുട്ടികൾക്ക് വേണ്ടിയാണ്. നീറ്റ് എക്സാം നടത്തുന്നത് ഒരിക്കലും റിപ്പീറ്റേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയല്ല. അപ്പോൾ +2കാർക്ക് അഡ്വാൻറ്റേജ് ആവുന്ന മോഡലിൽ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് പരമാവധി സിമ്പിൾ ആവുന്നത്. പിന്നെ NCERT നന്നായിട്ടൊന്ന് വായിക്കുക, NCERTയിലെ എക്സസൈസ് എല്ലാം ചെയ്യുക. പിന്നെ മൂവിംഗ് ചാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സോളിനോയിഡിന്റെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. പിന്നെ ഈ ഫൈനൈറ്റ് കണ്ടക്ടർ ഒന്നും അങ്ങനെ ചോദിച്ചു കാണുന്നില്ല അല്ലേ സാറേ? ഇൻഫൈനൈറ്റ് കണ്ടക്ടറും അതുപോലെ നമ്മളെ ഈ ആർക്കൊക്കെ കോമ്പിനേഷനിൽ വരുന്ന ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ ചോദിച്ചത്. പിന്നെ സെൻട്രൽ ആക്സിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് റേഷ്യോ സർക്കുലർ കോയിൽ. ഈ മാഗ്നറ്റിസോമാറ്ററി ഫസ്റ്റ് ഒരു 50% ഞാൻ പറയാ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കാം. അവർ ഫസ്റ്റ് ഒരു 50% പാർട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ഫോഴ്സ്, ഫീൽഡ്, ഗ്രാവിറ്റേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്, മാഗ്നറ്റിസോമാറ്ററി, ഈ 3 ചാപ്റ്ററുകൾ ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഒരേ സമയം പഠിച്ചാൽ തന്നെ നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ തന്നെ അങ്ങ് മാഗ്നറ്റിസോമാറ്ററും പഠിക്കുക. അപ്പോൾ ഒരു പുതിയ ചാപ്റ്റർ പഠിക്കുന്ന ഒരു പ്രശ്നം വരുന്നത്. പിന്നെ മെയിൻലി NCERT നന്നായിട്ട് വായിക്കണം. എർത്ത് മാഗ്നറ്റിക്സ് ഒഴിവാക്കിയത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വരുന്ന സമയത്ത് അവിടെയൊക്കെ കൂടുതലായിട്ട് വാല്യൂസ് എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കുക, റിലേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു. വലിയ ടൈറ്റിലേക്ക് പോകും. കഴിഞ്ഞ വർഷം മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഡയറക്റ്റ് കഴിഞ്ഞ വർഷം പക്ഷേ കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതെ അതെ, കറക്റ്റ് ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിക്സ് ഒന്ന് പഠിച്ചു നോക്കുക. തെറ്റിക്കുന്ന ഒരു ഭാഗം, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗം, സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. പിന്നീട് ഈ ഹൈ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ സെക്ഷനാണ് EMI ആൻഡ് AC. EMI ഒക്കെ ഏത് ലെവലിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ കൊണ്ടുപോകാം. പക്ഷെ നീറ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് EMI. IPL പോലെ നമ്മുടെ ഈ എല്ലാ ചാപ്റ്ററുകളെയും മെക്കാനിക്സ് കൊണ്ടുവരാം, ഇലക്ട്രോസ്റ്റാറ്റിക്സുകൾ കൊണ്ടുവരാം, എല്ലാം വരും. പക്ഷെ നമുക്ക് ചോദിക്കല് മിക്കവാറും ഡയറക്റ്റ് പോലെ മോഷൻ EMF, ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ. ഈ എർത്ത് മാഗ്നറ്റിക്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മോഷൻ EMFനകത്തും ഈ എയറോപ്ലെയിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ? കമ്പാരിറ്റീവ്ലി കുറവാണ്, റോഡൊക്കെ വീഴുന്നതും. പിന്നെ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡും വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ള നല്ലൊരു കാര്യമാണ്. ബേസിക് ഐഡിയ ആണല്ലോ. അതെ അതെ, അങ്ങനെയൊക്കെ വെച്ച് പിന്നെ ചോദിക്കാം, ഒരു ജനറൽ ഐഡിയകളാണ്. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, എനർജി സ്റ്റോർഡ്, ജനറേറ്ററിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അങ്ങനെയൊക്കെ ഒരു NAB, ഒമേഗ, സൈൻ ഒമേഗ ടി, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. ഉറപ്പായിട്ടും അതൊക്കെ ചോദിക്കാം. പിന്നെ EMI നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരാം. നല്ല AC പിന്നെ വളരെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അയ്യോ, AC ഒരു ബൗണ്ടറിക്കകത്തുനിന്ന് മാത്രമേ ഉള്ളൂ AC എപ്പോഴും ക്വസ്റ്റ്യൻസ്. AC നമ്മൾ ഈ പല സർക്യൂട്ടുകളായിട്ട് പഠിച്ചു വെക്കുക. അത് LCR പഠിച്ചിട്ട് അതിനെ പഠിക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് C ഒഴിവാക്കിയാൽ LR സർക്യൂട്ടായി, L ഒഴിവാക്കിയാൽ CR സർക്യൂട്ടായി, അങ്ങനെ കണക്ട് ചെയ്ത്. അല്ലാതെ പല സർക്യൂട്ടുകൾ പഠിച്ചു വെച്ചാൽ തന്നെ ഒത്തിരി കോമൺ ടേബിൾ ആക്കിയോ എന്തെങ്കിലുമൊക്കെ ആക്കി കണക്ഷൻ വെച്ച് പഠിച്ചു വെക്കുക. അതാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ റെസോണൻസ് നോക്കുക. അതെ, റെസോണന്റെ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി 1/√LC ആണ്. ഫ്രീക്വൻസി 1/2π/√LC. പിന്നെ Q ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ, ബാൻഡ്വിഡ്ത്ത്. പിന്നെ LC ഓസിലേഷൻ ഒക്കെ ഒഴിവാക്കി. പുതിയ സിലബസിൽ കാണുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ ട്രാൻസ്ഫോമർ നന്നായിട്ട് പഠിച്ചു, ചുമ്മാതെ മാർക്ക് കിട്ടും. ഒരു പ്രശ്നം സാറാ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, പലരും ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ. അതെ അതെ അതെ, അതൊന്ന് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. 100% എഫിഷ്യൻസി വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ VS/VP = IP/S ഒക്കെ എടുക്കാം. അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത് പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. അതൊരിക്കലും നിങ്ങൾ എഫിഷ്യൻസി ആണ്. പിന്നെ നമ്മൾ സെക്കൻഡറി പവർ ബൈ പ്രൈമറി പവർ ഈക്വൽ ടു എഫിഷ്യൻസി എടുത്ത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ
ചെയ്യും. 80% 70% എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പി ഔട്ട് ബൈ പി ഇൻപുട്ട് ഇൻറ്റു 100 വെച്ച് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. ഒത്തിരി കുട്ടികൾ ഡയറക്റ്റ് വെച്ച് ചെയ്ത് തെറ്റിക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് ഐഡിയൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ നോ പവർ ലോസ് എന്നൊക്കെ തന്നാൽ മാത്രമേ മറ്റേത് ഉപയോഗിക്കാവൂ. സെപ്പറേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഐഡിയലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ. പിന്നീട് വരുന്നത് അടുത്ത EM വേവ്. എല്ലാവർക്കും നിങ്ങൾ അതിൽ നിന്നൊക്കെ സ്കോർ കളയുവാണെങ്കിൽ നിങ്ങൾ ഭയങ്കര മണ്ടത്തരമാണ് കാണിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പൊന്നും പറയല്ലേ. ചില വർഷങ്ങളിൽ 2 വരുന്നുണ്ട് സാറേ. കഴിഞ്ഞ വർഷം 2 ഉണ്ടായിരുന്നു. അതെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതില് ഡിസ്പ്ലേസ്മെന്റ് കാരണം സ്പെക്ട്രം നന്നായിട്ട് നോക്കി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജി ഡെൻസിറ്റി ഒക്കെ മൊമെന്റം റേഡിയേഷൻ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് പോയാൽ നല്ലതായിരിക്കും, സുഖമായിട്ട് കിട്ടും. പിന്നെ റയോപ്റ്റിക്സ് ഒരു കടൽ പോലെ കിടക്കുന്ന ചാപ്റ്ററാണ്. പക്ഷെ എന്നാലും ഒത്തിരി വലിയ ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. അങ്ങനെ കാണുന്നില്ലല്ലോ സാറേ. പ്ലെയിൻ മിറർ 2016 പക്ഷെ അതേ സെയിം ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ NCERT എക്സസൈസിൽ ബാക്കിൽ എടുക്കുന്നുണ്ട്. വാല്യൂ മാറ്റിയിട്ടേ ഉള്ളൂ. പിന്നെ അല്ലാതെ എനിക്ക് തോന്നുന്നു പ്ലെയിൻ മിററിനകത്തും അല്ലാതെ വേറെ മിറേഴ്സ് ചോദിക്കാറുണ്ട്. പിന്നെ ലെൻസ് പിന്നെ നമ്മുടെ റിയൽ ഡെപ്ത്, അപ്പാരന്റ്, പിന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വളരെ ഏറ്റവും നല്ലതാണ്. നമ്മളെ ടോട്ടൽ റിഫ്ലക്ഷൻ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു, മാഗ്നിഫൈങ് പവറും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. ഒരുപാട് പട്ടുപിടിച്ചൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡയറക്റ്റ് നിയർ പോയിന്റ് ഒക്കെ ആയിട്ടാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറ്. ആ ലെവലിൽ പോയാൽ തന്നെ കിട്ടുന്ന ഈസി ആയിട്ട് വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറിയിക്കാത്ത വരാം. പക്ഷെ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു സെക്ഷനാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനും പ്രിസൊക്കെ ആയാലും ഓപ്ഷനിലൊക്കെ തന്നെ കണ്ടുപിടിക്കാവുന്ന. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിസത്തിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ഉള്ള ഒറ്റ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ. റിഫ്രാക്റ്റീവ്സ് എന്തായാലും 1 വരണല്ലോ, അങ്ങനത്തെ ഒറ്റ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആൻസർ ചെയ്യായിരുന്നു. പക്ഷെ പലരും അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ചോയ്സ് നോക്കി. കഴിഞ്ഞ വർഷത്തെ പ്രിസത്തിനുള്ള ക്വസ്റ്റ്യൻ ആണ് കുറച്ച് കുട്ടികളെ കഴിഞ്ഞ വർഷം കൺഫ്യൂസ് ആക്കി. ഇങ്ങനെ നമുക്ക് ചെയ്യായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സാർ അങ്ങനെ പ്രഷർ നിൽക്കുമ്പോൾ പലതും നമുക്ക് കിട്ടത്തില്ല. ഇവര് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ചോയ്സ് ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഭയങ്കര കൂളായിട്ടിരിക്കുക. പേടിയൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കുക. അതെ. ബയോട്ടിക്സിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് 3 ക്വസ്റ്റ്യൻ വന്നിരുന്നു. 3 ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഒത്തിരി ടോപ്പിക്കുകളല്ലോ സാറേ. ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, കുട്ടികൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ തന്നെ സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഡബിൾ സ്ലിറ്റിനൊക്കെ ആയാലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാൻഡ് വിഡ്ത്ത് ഒക്കെ മീഡിയത്തിലൊക്കെ വെക്കുമ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, പിന്നെ അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് എവിടെയാണ്, ബ്രൈറ്റ് ബാൻഡ് എവിടെയാണ്. ഇന്റൻസിറ്റിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇന്റർഫറൻസിൽ നമ്മൾ അവിടെ വേവ്സിലും കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രയാസമില്ലാതെ തന്നെ പറ്റും. ബയോട്ടിക്സ് ഒരേ ഒരു കാര്യമുള്ളൂ. ബയോട്ടിക്സിന്റെ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് കിട്ടിയാൽ ഭയങ്കര സ്കോർ ചെയ്യാൻ പറ്റും. റേ വേവ് നമ്മൾ വ്യത്യാസം റേ കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടൈറ്റ് ആക്കാൻ കഴിയില്ല. പക്ഷേ വേവിന്ന് ക്വസ്റ്റ്യൻസ് ടൈറ്റേ ഇല്ല. നമ്മൾ ഐഡിയ മനസ്സിലാക്കാൻ നമുക്ക് ആ കൺസെപ്റ്റുകളും ഇക്വേഷൻസും അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഫിസിക്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എല്ലാവർക്കും മാർക്ക് ഫ്രീ ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു 4 ചാപ്റ്ററാണ് അത്. ഒരുപാട്. അതെ, ഏകദേശം 7 ക്വസ്റ്റ്യൻ. ഭയങ്കര വെയിറ്റ്. 7 ക്വസ്റ്റ്യൻ 100% കിട്ടി. 7 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 7 ക്വസ്റ്റ്യൻ അവിടെ കിട്ടി. അത് ഒരു പാടുമില്ലാതെ കിട്ടുന്ന ചാപ്റ്ററാണ്. അപ്പൊ നേച്ചറിൽ ആകെ നമുക്ക് പഠിക്കാനുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്ലസ് ഡീബ്രോയ് വേവ് ലെങ്ത് പഠിച്ചാൽ അതും ഇതുമായിട്ട് നിങ്ങളൊന്ന് മറ്റു ചാപ്റ്ററുകളെ കണക്ട് ചെയ്തു HYP അല്ലെങ്കിൽ HYME. പിന്നെ ആറ്റംസിന്റെ ഡുവൽ നേച്ചറിന്റെ പ്രത്യേകത ഒരു കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും 2 ചാപ്റ്റർ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും സ്കോർ ചെയ്യാൻ വലിയ പ്രയാസം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു നമ്മളെ ആറ്റംസുമായിട്ട് ക്ലബ് ചെയ്ത എന്തോ ക്വസ്റ്റ്യൻ വന്നു. കുട്ടികൾ പറഞ്ഞിരുന്നു സാർ അത് എടുത്തിട്ട് ഞങ്ങളവിടെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റേഴ്സാണ്. പൊതുവെ എല്ലാ വർഷവും ചോദിക്കുന്നത് ആറ്റംസിൽ നിന്ന് വരുന്നത് നമ്മുടെ റെഡ് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, വലിയ പാടില്ലാതെ ലോങ്സ്റ്റ് വേവ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികൾ അറിയാത്തൊരു വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മളെ ഈ നമ്മുടെ ഗീഗർ ആൻഡ് മാർസിൻ റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെ ചോദിക്കാം, കുട്ടികളെ വിട്ടുപോകുന്ന കാര്യമാണ്.
പിന്നെ നമ്മളെ ഡീബ്രോയ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർഡ് സെക്കൻഡ് പോസ്റ്റ് ഈ റീകോയിൽ വെച്ചൊന്നും അങ്ങനൊന്നും ക്വസ്റ്റ്യൻസ് നീറ്റിന് നമ്മൾ കാണാറില്ല. പിന്നെ എല്ലാം ഡയറക്റ്റ് അതായത് വലിയ പ്രശ്നമില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആനസേഷൻ എല്ലാം ആയാലും എല്ലാം വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ആറ്റമൊക്കെ നിങ്ങൾക്ക് ഷുവറായിട്ട് മാർക്ക് കിട്ടും. ഒത്തിരി സമയമൊന്നും മെനക്കണ്ട. നിങ്ങൾ ഒത്തിരി പഠിക്കുക പോലും വേണ്ട. 1 മണിക്കൂറിന്റെ ഒരു നോർമൽ സെക്ഷൻ ക്ലാസ് കണ്ടിട്ട് ആ കണക്ക് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് മോഡേൺ ഫിസിക്സ് ഫുൾ സാധനങ്ങൾ പഠിക്കാം. കുട്ടികൾക്ക് സുഖമായിട്ട് പഠിക്കാം. പിന്നെ ന്യൂക്ലിയർ ഇപ്പം ചോദിക്കാനായിട്ടൊന്നുമില്ല. ന്യൂക്ലിയർ മാസ് ഡിഫക്റ്റീവ് ബൈൻഡിങ് എനർജി ഇക്വേഷൻ, പിന്നെ ഡെൻസിറ്റി എല്ലാവർക്കും ഒരേപോലെ ആ വാല്യൂ 2.3 × 10⁻⁷ ആണെന്ന് തോന്നുന്നു. ആ വാല്യൂ ഒന്ന് ഓർത്ത് എല്ലാവർക്കും ഒരേപോലെയാണ്. റേഡിയസ് ഈക്വൽ ടു a⁻⁴. അതെ അതൊരു ഇമ്പോർട്ടന്റ്. അത് വെച്ച് നമുക്ക് റേഷ്യോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് എനർജി റിലീസ്ഡ് ക്യൂ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ ഫ്യൂഷൻ ഞാൻ ആൽഫ ബീറ്റ ഗാമ ഡി പഠിക്കണം. ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പോകാം. അതിന്റെ വലിയ പ്രോബ്ലങ്ങളൊന്നും. പക്ഷെ ആൽഫ ബീറ്റ ഗാമ ഡി കഴിഞ്ഞ വർഷം നമുക്ക് ആൽഫ ബീറ്റ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ബേസിക് കാര്യങ്ങളും അത് ആ ഒരു എന്താണ് പറയുക, അറ്റോമിക് നമ്പർ എത്ര കുറയും, മാസ് നമ്പർ എത്ര ഐഡിയ നിങ്ങൾ ഐഡിയാസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഹാഫ് ലൈഫ്, മീൻ ലൈഫ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ സുഖമായിരുന്നു സാറേ. കാരണം അവർ ആ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ റിയാക്ഷൻ ആയിട്ട് നമുക്ക് ചില കുട്ടികൾക്ക് തന്നെ കാൽക്കുലേഷൻ ആയിരുന്നു ഈ ഇതിനകത്ത് പാട് വരുന്നത്. മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തൊക്കെ എടുക്കാനും ആ ഒരു സെൻസിൽ വലിയ പ്രയാസമായിരുന്നു. ഒഴിവാക്കി എന്നുള്ളത് അവർക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെമി കണ്ടക്ടർ ഫസ്റ്റ് പറയാ, നിങ്ങൾ NCERT നന്നായിട്ട് വായിക്കുക. ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും നന്നായിട്ടാണ് അതിന്റെ ഡിസൈൻ. അതെ, ഈ NCERT ഏറ്റവും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ സെമി കണ്ടക്ടർ. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. NCERT വായിക്കുക എന്നുള്ളത് +2 ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. NCERT വായിച്ചേ പറ്റും. എന്തായാലും ലോജിക് ഗേറ്റ് ഒരു ക്വസ്റ്റ്യൻ 100%. കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻ NCERT പുസ്തകത്തിൽ കിടന്ന ക്വസ്റ്റ്യൻ, ബാക്സൈഡ് എക്സൈസിൽ കിടന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ അതൊക്കെ നമ്മുടെ പിന്നെ ലോജിക്, പിന്നെ ഇതില് തിയറി ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ ഈ പ്രോബ്ലം സെക്ഷനിൽ വരുന്ന ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ് ആണ് കണ്ടത്. പിന്നെ കറന്റ് എലക്ട്രിസിറ്റി അറിയുന്ന ഒരു കുട്ടിക്ക് ചെയ്ത് കിട്ടും. ഇപ്പോഴും ഓർക്കേണ്ടത് ഫോർവേഡ് ബയസ് ആകുമ്പോഴാണ് ക്ലോസ് സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്നത്. റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആണ്, എങ്കിലേ കറണ്ട് പോകത്തുള്ളൂ. അപ്പം തിരിച്ചു വരുന്നിടത്തൂടെ കറണ്ട് പോകത്തില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പൊ 2 റെസിസ്റ്റൻസ് ഒക്കെ കാണും. അപ്പൊ 4 റെസിസ്റ്റൻസ് ആണ് നമ്മളോട് ചെയ്യല്. കറണ്ട് പോകാത്തടത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഈ ബാക്കി ഫോട്ടോ ഡയോഡ്, അവിടെ ക്വസ്റ്റ്യൻസ് സാധ്യത കൂടുതൽ. സോളാർ സെൽ കഴിഞ്ഞ വർഷം സോളാർ സെല്ലിന്റെ പടം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നിങ്ങൾ ആ ഷേപ്പ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വലിയ പ്രയാസങ്ങളില്ല. പിന്നെ ഗേറ്റ് നോക്കിയാൽ പോയാൽ സെമി കണ്ടക്ടർ എല്ലാവർക്കും കിട്ടും. 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത്രയാണ് നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് നമ്മുടെ ഒരു അനാലിസിസ്. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ടോപ്പിക്കുകൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് കൂടുതൽ സ്ട്രെസ് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. പിന്നെ നന്നായിട്ട് എക്സാമുകളൊക്കെ എഴുതി ശീലിക്കുക. ഇനി അതാണ് പറയാനുള്ളത്. എക്സാമുകൾ എഴുതുക, ക്വസ്റ്റ്യൻസ് മാക്സിമം എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കൺസെപ്റ്റുകളൊക്കെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും. അത് മാത്രമല്ല സാറേ, എനിക്ക് തോന്നുന്നു ഈ +2 കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളായാലും പേടിക്കണ്ട. നന്നായിട്ടൊരു ക്രാഷ് കോഴ്സ് ചെയ്താൽ തന്നെ സ്കോർ കൂട്ടാൻ ക്രാഷ് കോഴ്സ് കൊണ്ട് എൻട്രൻസ് കിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ് സാറേ. ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട് സാർ. എല്ലാ വർഷവും ക്രാഷ് കോഴ്സിന് നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചാലേ ക്രാഷ് കോഴ്സിന് എന്തായാലും എൻട്രൻസ് കിട്ടാത്ത കിട്ടും. അത്യാവശ്യം +1 അറിവുള്ള ഒരു കുട്ടി ക്രാഷ് കോഴ്സിന് ഇരുന്നാൽ തന്നെ കുട്ടിക്ക് നന്നായിട്ട് കുട്ടികളെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇത് +2 കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ എക്സാം. നിങ്ങൾക്ക് വേണ്ടിയാണ് എക്സാം. റിപ്പീറ്റേഴ്സിന്റെ മറ്റൊരു പാർട്ടാണല്ലോ. ഒരിക്കലും റിപ്പീറ്റേഴ്സിന് വേണ്ടിയല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പരീക്ഷ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ക്രാഷ് ചെയ്യുക, ക്രാഷിന്റെ കൂടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചേർന്ന് ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങൾ എക്സ്പേർട്ട് ആവാൻ നടത്താം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് പലർക്കും ഉള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് സാറേ, നമ്മൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് ക്വസ്റ്റ്യൻ ചെയ്യാത്തതുകൊണ്ടാണ്. പലരും തിയറി പഠിക്കും, കുറെ ഡെറിവേഷൻസ് നോക്കി പോകും. അങ്ങനെ നോക്കിയിട്ടല്ലേ അതൊക്കെ കാര്യം. ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ പരിപാടി. ക്വസ്റ്റ്യൻസിലൂടെ അറ്റൻഡ് ചെയ്ത് റെഡിയാക്കുക ഉറപ്പായിട്ടും. പിന്നെ നിങ്ങൾ ഒരുപാട് ഈ അസേഷൻ റീസണിലൊന്നും ഇരിക്കാതെ, പല ആളുകളും ഒരു പ്രശ്നമാണ് ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരു 4-5 ദിവസം അതിനു വേണ്ടി അവർ കളയും. അങ്ങനെ പ്രയോജനങ്ങളില്ല.
അതൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഒഴിവാക്കി കുറവാക്കി നിങ്ങളൊന്ന് പഠിക്കുക. പിന്നെ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ പഠിച്ചാൽ മതി. പിന്നെ നമ്മുടെയൊക്കെ കുട്ടികൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ കുട്ടികളും റെഡി ആയിട്ട് എത്തി. നമ്മൾ അത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ആദ്യം പോഷൻ തീർന്നത് നമ്മളൊരു നവംബറോട് കൂടി നമ്മുടെ ഓഫ്ലൈൻ മൊത്തം നമ്മൾ തീർത്തു. നമ്മളെല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ്. നമ്മൾ ഹൈബ്രിഡ് ആണെങ്കിൽ പോലും നമ്മൾ കംപ്ലീറ്റ് A to Z എല്ലാ കാര്യവും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. രാവിലെ നമ്മളെ ക്ലാസ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് കുട്ടികൾ അറ്റൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾ റിവൈസ് ചെയ്ത് ആ ഒരു പാറ്റേണിൽ പോകുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ പേടിയില്ല. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ അത്ര പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അവരെല്ലാവരും നല്ല സ്കോർ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു നല്ല മാർക്കൊന്നും ഇല്ല. നമ്മൾ എക്സാം നടത്തുമ്പോൾ നല്ല മാർക്ക് ഉറപ്പായിട്ട് ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല സ്കോർ 100+ ഒക്കെ തന്നെ ഇപ്പം കുട്ടികൾ കയറുന്നുണ്ട്. അതുകൊണ്ട് നല്ല സ്കോർ നമ്മുടെ കുട്ടികളൊക്കെ കയറും. പിന്നെ നമ്മളെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസും നല്ല ഉഷാറാണ്. ഉറപ്പായിട്ട് ഒരു നല്ല ഫാക്കൽറ്റി ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ഫീൽഡിൽ തന്നെ നല്ലൊരു ഫാക്കൽറ്റി പൂളാണ് നമുക്ക് എഡ്യൂപോർട്ടിനകത്ത് ഉള്ളത്. മൊത്തത്തിൽ എല്ലാ സബ്ജക്റ്റും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു JEE ഒക്കെ എടുക്കുന്നതിൽ പ്യൂർലി IITians പഠിപ്പിക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കാൻ നമ്മളായിരിക്കും. പ്യൂർലി IIT-കാർ തന്നെയാണ് അഡ്വാൻസ് ഒക്കെ മൊത്തത്തിൽ ഇപ്പം നമ്മളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാം പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് ഉഷാറായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നന്നായിട്ട് നിങ്ങളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാം കൂളായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ. പിന്നെ ഇനിയിപ്പോൾ നമ്മളും ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരെയും ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ സീരിയസും ക്ലാസ്സുകളൊക്കെ കൂടുതലായിട്ട് ഇനി ആക്റ്റീവായിട്ടൊക്കെ വരും. സാറൊക്കെ എത്തും, നമ്മളെല്ലാവരും എത്തും. സോ അപ്പം നമുക്ക് നന്നായിട്ട് ഇനിയും മുന്നോട്ട് കാണാം. അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.